അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഏറെ പ്രിയം നിറഞ്ഞവരെ, നമ്മൾ പുതിയൊരു വിഷയത്തിലേക്ക് കിടക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെയും പരിചിതമായ, അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകുന്ന ഒരു ആയത്തിൻ്റെ ഭാഗമാണത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തിൻ്റെ രുചി അറിയുമെന്നാണ്. അതായത് ഈ ലോകത്ത് ജനിച്ചവരെല്ലാം ഒരു നാൾ മരണപ്പെടുക തന്നെ ചെയ്യും. മരണം എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും യാതൊരു ഉറപ്പില്ല അല്ലേ. എന്താ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക, നാളെ എന്തുണ്ടാകും, അല്ലെങ്കിൽ അടുത്ത മാസം എന്താ സംഭവിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് ധാരണയില്ല, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മളൊരു ദിവസം മരിക്കും എന്ന് പറയുന്നത്. അതെപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. മരണത്തെ തോൽപ്പിക്കാൻ പലരും പലതും ചെയ്യാറുണ്ട്. ഇപ്പോൾ പലതരം കണ്ടുപിടുത്തങ്ങൾ, പലതരം ഗവേഷണങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. മരണത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇനി മരണത്തെ മറികടക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ഒരുപാട് കാലം ജീവിക്കുക എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടക്കുന്നത് കാണാൻ കഴിയും. പക്ഷെ എന്തൊക്കെയായാലും അള്ളാഹു പറയുന്നുണ്ട്, കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫ ഇന്നഹു മുലാഖീക്കും. നിങ്ങൾ ഓടി ഒളിക്കുന്ന മരണം അത് നിങ്ങളെ തീർച്ചയായിട്ടും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എങ്ങനെയൊക്കെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ ചെയ്താലും പടച്ചോൻ നമ്മളുടെ മരണം നിശ്ചയിച്ച സമയത്ത് നമ്മളെ മരണം പിടികൂടുന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല, മരിക്കാൻ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ചിലരൊക്കെ മരിക്കുമ്പോൾ പറയും ഒരു അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറയില്ലേ, പ്രത്യേകിച്ചൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ചില ആളുകൾക്കൊക്കെ ഇന്ന അസുഖം ഉണ്ടായിരുന്നു, അല്ലെ കിടപ്പിലായിരുന്നു, അല്ലെ അറ്റാക്ക് വന്നു, ഇങ്ങനെ പലതരം കാരണങ്ങൾ പറയും. ചിലരൊക്കെ മരിച്ചാൽ പറയും ചെറിയ പ്രായമാണ്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ഇതിൻ്റെ അർത്ഥം എന്താ? മരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുമ്പോൾ എത്ര കാലം ജീവിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിയുമ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, പടച്ചോൻ ഒരാൾക്ക് തീരുമാനിച്ചൊരു അവധി ഉണ്ട്. ഇത്ര വയസ്സ്, ചിലപ്പോൾ ഒരാൾക്ക് 20 വയസ്സ്, അല്ലെങ്കിൽ 25 വയസ്സ്, ചിലർ 40 വയസ്സ്, ചിലർ 60 വയസ്സ്, ചിലർ 80 വയസ്സ്, ഇങ്ങനെയൊക്കെ പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടാവും ഓരോരുത്തരുടെ ഒരു വയസ്സ്. അതെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു നിമിഷം അങ്ങോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ മരണപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ ബുറൂജുൻ മുഷയ്യദ എന്നൊക്കെ പറയുന്നുണ്ട്, വലിയ ഒരു കൊട്ടാരത്തിൽ വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയുന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നടക്കൂല. കാരണം മരണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരുന്നാലും, എത്ര സുരക്ഷിതം എന്ന് നമ്മൾ കരുതുന്ന, ഏറെ സുരക്ഷിതമായ, വളരെ സേഫാണെന്ന് പറയുന്ന ഒരിടത്തായിരുന്നാലും മരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ ആ രൂപത്തിൽ നമ്മളെ പിടികൂടുന്നതാണ്. ഒരു കഥ പറയാറുണ്ട് സാധാരണ. ഒരാളെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ മരണസമയമായി, അല്ലെ ഇന്ന സമയത്ത്, അല്ലെ ഇന്ന തീയതിക്കുള്ളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞത്രേ. അപ്പോൾ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നാട് വിട്ടിങ്ങനെ പോകുന്നതിനിടയിൽ അദ്ദേഹം ഒരു കാട്ടിനുള്ളിലൂടെ പോകേണ്ടി വന്നു. അപ്പോൾ ഒരു പുലി അദ്ദേഹത്തെ പിടികൂടാൻ വന്നു. അയാൾ ഓടി. അങ്ങനെ ഓടി 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 അവസാനം ആ പുലിയിൽ നിന്നൊക്കെ അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് വേറൊരു നാട്ടിലൊക്കെ എത്തി. മൂപ്പര് വലിയ സമാധാനമായി. പുലിയൊക്കെ പിടിക്കാൻ വന്നിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ, അപ്പം ഇനി ഇപ്പോഴൊന്നും ഞാൻ മരിക്കൂല എന്നൊക്കെ വിചാരിച്ചിട്ട് ഏതായാലും ആൾ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മതിൽ കണ്ടപ്പോൾ ആ മതിലിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മതിലങ്ങ് ഇടിഞ്ഞ് അയാളുടെ ദേഹത്ത് ചാടുകയും അയാൾ മരണപ്പെടുകയും ചെയ്തു. ഇതൊരു കഥയായിരിക്കാം, പക്ഷെ അതിലൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് പല രീതിയിലും നമ്മൾ ശ്രമിക്കും. പക്ഷേ പടച്ചോൻ തീരുമാനിച്ചൊരു സമയത്ത് അത് നമ്മളെ പിടികൂടുന്നുള്ളതാണ്. അതുകൊണ്ട് മരണത്തെ പേടിക്കണം എന്നല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പടച്ചോൻ നിശ്ചയിച്ച സമയത്ത് എൻ്റെ ജീവൻ പോകും, അല്ലെങ്കിൽ ഈ ലോകത്തു നിന്ന് എനിക്ക് മടങ്ങേണ്ടി വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ മരിച്ചാൽ, ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ എന്താ നമ്മൾ പറയാം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനൊരർത്ഥമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളൊക്കെ വന്നത് അള്ളാഹുവിൽ നിന്നാണ്. നമ്മൾ ഈ ഭൂമിയിലൊരു മനുഷ്യനായിട്ട് പിറന്നതും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതൊക്കെ പടച്ചോൻ കാരനാണ്.
പടച്ചോനിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. അപ്പോൾ ഇത് വലിയൊരു ബോധമാണ്, വലിയൊരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണിത്. അപ്പോൾ ഇനി ഈ മരണം എന്ന് പറയുന്നത്, അത് മരണത്തോടു കൂടി ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ശാസ്ത്രമൊക്കെ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ പോവുക എന്ന് പറയില്ലേ. ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം, അത് എന്താണെന്ന് കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. ജീവൻ എന്ന് പറഞ്ഞാൽ അത് ഇന്നതാണ് ജീവൻ. സാധാരണ പറയും ഹൃദയമിടിപ്പ് നിൽക്കുക എന്ന് പറയും മരണത്തെക്കുറിച്ച്. പക്ഷേ ഹൃദയമിടിപ്പ് നിൽക്കുക എന്നത് മാത്രമാണോ മരണം എന്ന് പറയുന്നത്? എന്തോ ഒരു സംഗതി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അതിനെ നമ്മൾ ഖുർആനിൻ്റെ ഭാഷയിൽ റൂഹ് എന്ന് പറയും. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ് എന്ന് പറഞ്ഞതാണ്. ഇത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും കൂടിയതാണ്. ജിസ്മുൻ അതുപോലെ റൂഹും കൂടിയതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് റൂഹ് പോകുന്നതോടുകൂടി ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്. ശരീരത്തിൽ റൂഹ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. അപ്പോൾ മരിക്കുന്നത് എങ്ങനെയാണ്? ഈ റൂഹിനെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ എങ്ങനെ ഈ റൂഹ് വേർപ്പെടുക? അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നിശ്ചയിച്ച ചില മലക്കുകളുണ്ട്. മലക്കുൽ മൗത്ത് എന്നൊക്കെ പറയുന്ന മരണത്തിൻ്റെ മാലാഖുണ്ട്. അവർ നമ്മളുടെ ശരീരത്തിൽ നിന്നും റൂഹിനെ ഊരിയെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ മരിക്കുന്ന സമയത്ത് ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുർആനിലും പലയിടത്തും അതിൻ്റെ സൂചനകളുണ്ട്. അതായത് എല്ലാവരും ഒരേപോലെയല്ല മരിക്കുക. മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു വേദന ഉണ്ടാവും. മരണത്തിനൊരു വേദന ഉണ്ട് എന്നാണ്. എന്നാൽ ആ വേദന പലർക്കും പല രൂപത്തിലായിരിക്കും. ഇപ്പോൾ പരലോകത്തൊക്കെ നിഷേധിച്ച് അള്ളാഹുവിനെയൊക്കെ മറന്ന് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും തിന്മകളൊക്കെ ചെയ്ത് ജീവിച്ച ആളുകൾ, അവരുടെ അടുത്ത് മരണത്തിൻ്റെ മലക്ക് വരുന്ന രൂപത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവരുടെ അടുത്ത് മരണത്തിൻ്റെ മലക്ക് ഇങ്ങനെ വരുമ്പോൾ അവർ മരിക്കാൻ തയ്യാറാവില്ല. അവരിങ്ങനെ പിറകോട്ട് വലിയുമെന്നാണ്. അങ്ങനെ പിറകോട്ട് മാറി നിൽക്കുന്ന സമയത്ത് അവരുടെ റൂഹിനെ മരണത്തിൻ്റെ മലക്കുകൾ എന്താകും? ശക്തിയായി പിടിച്ചു വലിക്കുമെന്നാണ്. അത് ഭയങ്കര വേദന ഉള്ള ഒരു സംഗതിയായിരിക്കും. ഖുർആനിൽ പറയുന്നുണ്ട്, അവരെ അടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അവരെ മരിപ്പിക്കുക എന്നാണ്. അപ്പോൾ വേദനയുള്ള ഒരു വലിയൊരു മരണമായിരിക്കും എന്നാണ്. അപ്പോൾ അവരുടെ റൂഹിനെ വലിച്ചെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത് ഒരു പഞ്ഞിക്കെട്ടിൽ മുള്ളു കുടുങ്ങിയതുപോലെ എന്നാണ്. ഇപ്പോൾ പഞ്ഞിയുണ്ടല്ലോ, ആ പഞ്ഞിൻ്റെ ഉള്ളിൽ മുള്ളു കുടുങ്ങിയാൽ എന്താവുക? ആ മുള്ളിനെ ആ പഞ്ഞിയിൽ നിന്ന് ഇങ്ങനെ വേർപ്പെടുത്തിയെടുക്കുമ്പോൾ അതിങ്ങനെ വലിഞ്ഞു മുറുകില്ലേ, പഞ്ഞി അതിൻ്റെ കൂടെ പോരും. ഇതേപോലെ ഒരു വലിഞ്ഞു മുറുകുന്ന അവസ്ഥയായിരിക്കും അവരുടെ റൂഹിനെ പിടികൂടുമ്പോൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേസമയം നല്ല ആളുകളുണ്ടാകും, അള്ളാഹുവിൽ വിശ്വാസമുള്ള, ജീവിതത്തിൽ ഒരുപാട് നന്മകളൊക്കെ ചെയ്ത, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ബോധമുള്ള, അവിടെ വേറൊരു ജീവിതവും ലോകമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ചില ആളുകൾ, അവർ മരണത്തെ ഭയപ്പെടൂല. അവരുടെ അടുത്തേക്ക് മരണത്തിൻ്റെ മലക്ക് വരിക എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മലക്ക് മാത്രമല്ല, കുറേ മലക്കുകൾ ഒന്നിച്ചു വരത്രേ. നമ്മളിപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മളുടെ കാഴ്ച എത്തുന്ന ഒരു ദൂരം ഉണ്ടാവില്ലേ, അത്രയും അധികം മലക്കുകൾ ഒരുമിച്ച് ഇങ്ങനെ വരികയായിരിക്കും ചെയ്യാന്നാണ്. അവരുടെ കയ്യിൽ എന്തുണ്ടാകും? സ്വർഗത്തിൽ നിന്നുള്ള ഒരു കഫം പുടവ ഉണ്ടാകും അത്ര. അതിന് നല്ല സുഗന്ധമുണ്ടാകും. അവരതേറ്റിങ്ങനെ വരുമ്പോൾ തന്നെ ഈ നല്ല ആൾ മരിക്കാനൊരു തയ്യാറുണ്ടാവും എന്നാണ്. ഇവരുടെ കൂടെ പോകാനുള്ള ഒരു തയ്യാറുണ്ടാവും. അങ്ങനെ അവരുടെ റൂഹിനെ വളരെ എളുപ്പത്തിൽ, നേരത്തെ പ്രയാസപൂർവ്വം വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇവർ മരണത്തെ പ്രതീക്ഷിച്ചവരാണ്. ഇത് മരിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കൂല എന്ന് വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് വേറെ വരാനിരിക്കുന്ന വലിയൊരു ലോകമുണ്ട് എന്ന് അറിയുന്നവരാണ്. അതുകൊണ്ട് ആ ലോകത്തേക്കുള്ള ഒരു യാത്ര, പടച്ചോനെ കാണാനുള്ള ഒരു യാത്രക്ക് അവർ സന്തോഷത്തോടെ പുറപ്പെടുന്നതാണ്. അതിന് വേദനയൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനപ്പുറം അവർ അനുഭവിക്കുന്നൊരു സന്തോഷം ഉള്ളിലുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഇവരുടെ റൂഹിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചു, എന്നിട്ട് ആ നിറഞ്ഞ പാത്രം ഇങ്ങനെ ചെരിച്ചാൽ എന്താ ഉണ്ടാവുക? വെള്ളം പെട്ടെന്ന് ഇങ്ങനെ ഒഴുകിപ്പോകും അല്ലേ? അതുപോലെ അല്ലെങ്കിൽ ഒരു മാവിൽ നമ്മൾ പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുക, മാവ് കുഴക്കുമല്ലോ, ആ മാവിലൊരു മുടി കുടുങ്ങിയാൽ ആ മുടി നമുക്ക് വളരെ സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റില്ല, വളരെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാം. ഇതേപോലെ ആയിരിക്കും എന്നാണ് ഇവരുടെ മരണസമയത്ത് അവരുടെ റൂഹിനെ വളരെ എളുപ്പത്തിൽ അവരുടെ റൂഹിനെ ഊരിയെടുക്കുന്നതാണ്. എന്നിട്ട് ആ റൂഹിന് നല്ല സുഗന്ധം ഉണ്ടാവും. അവർ ഈ കഫം പുടവയിൽ ആ റൂഹിനെ ഏറ്റുവാങ്ങിയിട്ട്
ആ റൂഹിനെയും കൊണ്ട് ഇങ്ങനെ ആകാശലോകത്തേക്ക് പോകും. ആകാശലോകത്ത് മലക്കുകളുണ്ടാവും. ആ മലക്കുകൾ ഇതാരുടെ റൂഹാണെന്ന് ചോദിക്കും അത്രേ. അപ്പോൾ ആ റൂഹിനെ പരിചയപ്പെടുത്തും, ഇത് ഇന്ന ആളുടേതാണ്, പേരൊക്കെ പറയും. എന്നിട്ട് നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടായിരുന്നു, ആളുകൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ടായിരുന്നു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനെ സ്വീകരിക്കണം. അപ്പോൾ ഈ മലക്കുകളൊക്കെ സന്തോഷത്തോടെ ആകാശത്തിൻ്റെ വാതിലൊക്കെ തുറന്നെടുത്തിട്ട് ഇങ്ങനെ സ്വീകരിക്കും. അങ്ങനെ ഓരോ ലോകത്തും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അള്ളാൻ്റെ അടുത്തേക്ക് എത്തും. അള്ളാഹു പേരെഴുതാൻ പറയും. സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ഒരു പട്ടിക ഉണ്ടാകും. ആ പട്ടികയിൽ പേരെഴുതും. അങ്ങനെ അതിൻ്റെ ബർസഹിലേക്ക് മടക്കാൻ വേണ്ടി പറയും. അങ്ങനെ ആ ബർസഹിലേക്ക് അത് മടക്കപ്പെടുകയാണ്. അവിടെ മുതൽ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.